അതെനിക്ക് ഇവന് ഇഷ്ടമല്ല. എന്തിട്ടറിയോ എന്താ അറിയോ പ്രശ്നം? എന്താ അറിയോ ചെയ്യാൻ ശോസങ്ങക്ക് ഈടെ പിടിക്കും. എൻ്റെ സിദ്ധാനുണ്ടാവും സംസാരിക്കും. എൻ്റെ ലാസ്റ്റ് സിദ്ധാനിന് വെച്ചെടുക്കും. അപ്പം ശോസങ്ങക്ക് സംസാരിക്കും. സിദാനില്ലേ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. ഓൻ ഭയങ്കര ലോലി സംസാരിക്കും. എനിക്ക് സൊല്യൂഷൻ നമുക്ക് അതുപോലെ മിൻറ്റ് ഇതാ സോഡ മിൻറ്റ് ലൈം അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആണ്. മന്തിയല്ലേ റെക്കോർഡിങ് പോസ് ചെയ്തിട്ട് കുത്തണ്ടേ? മൊത്തത്തിലൊന്ന് വൈബ് ചെക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്കിടെ ചോദിക്കണേ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടാവില്ലേ. പിന്നെ ഇത് കണ്ടിനാ ഈ ഐഫോണിൻ്റെ റിഗ് ഉണ്ട് കണ്ടിനാ. അതായത് ഐഫോണിന് റിഗ് ഫിറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ റോഡിൻ്റെ മൈക്കും സാധനം എല്ലാം വെക്കാം. അടിപൊളി റിഗ് മനസ്സിലായ അല്ല, അതിൻ്റെ ഒരു ഫ്രെയിം പോലെ ഒരു കേജ് പോലത്തെ സാധനം കേജ് കിട്ടും. അതായത് ക്യാമറ സോണി ZV തന്നെ ആ സാധനത്തിൻ്റെ ഒരു കേജ് വരുന്നുണ്ട്. അതുപോലെ ഇതിന് കിട്ടും ഐഫോൺ നാളെ യൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന പ്രത്യേകിച്ച് മറ്റേ ഇതില്ലേ വലിയ ഫോണ് പ്രോ മാക്സ്, അത് കുറച്ച് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതൊരു ക്യാമറ പിടിക്കുന്ന ഒരു ആപ്പർ നമ്മൾ ഇപ്പം കോളേജ് അപ്പം ഇന്നാന്ന് ഫൈനൽ അലോട്ട്മെൻറ്റ് വരാം. ബട്ട് മിക്കവാറും ഇന്ന് രാത്രി പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് വരും ട്രയൽ പോലെ. അത് ഇന്ന് രാവിലെ 4 മണിക്കാൻ വന്നു. അപ്പം നാളെ 4 മണിക്കായിരിക്കും ഫൈനൽ വരാൻ. 8th അവിടെ പോകുന്നില്ലേ? അവിടെ എന്തായാലും പോകും. പക്ഷെ എന്തായാലും 8th ഞാൻ കോളേജിന് പോകും. ഞാൻ 9th എറണാകുളം പോകും. 9th 10th 11th എന്തായിരിക്കും അല്ല കൊച്ചി പഴയ കൊച്ചിയല്ല 9th. കൈൻഡ് ഓഫ് ഒരു ഓൾവേസ് അപ് ടു ഡേറ്റ് ആവണം വെബ് ഡെവലപ്മെൻറ്റ്. നമ്മൾ എനിക്കൊന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് നീ ജാവ എല്ലാം എടുത്തിനെങ്കിലും ബാക്കിയെല്ലാം നീ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട വരും. ജാവ അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവില്ല അല്ലേ? ജാവ കൈൻഡ് ഓഫ് ഒരു റോബസ്റ്റ് എന്ന് പറയുന്നില്ലേ, കൈൻഡ് ഓഫ് അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എനിക്ക് ഇത് ജാവയിൽ തന്നെ വെബ് ഡെവലപ്മെൻറ്റും എല്ലാം വരുന്നുണ്ടല്ലോ. മറ്റേ സ്പ്രിങ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ജാവൻ എന്താ പറയുക വേണോ അതാണ് പ്രശ്നം. ഇങ്ങനെ കിട്ടോ അല്ല, ഞാൻ ഇത് വെക്കാൻ കാരണം നമുക്ക് ഒച്ചത്ത് സംസാരിക്കണ്ട. റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നെ കേൾക്കണമെങ്കിൽ കുറേ ഒച്ചത്ത് സംസാരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്ക് തോന്നാൻ ഒരു ഇതുണ്ടാവും, Type-C to 3 ഇൻപുട്ട് ഓഡിയോ പോലത്തെ. വേണ്ട, ഞാൻ നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് വാങ്ങും.
ഒരു 3 മല ഡിജിടെക്കിൻ്റെ ബ്ലൂടൂത്ത് ഉണ്ട്, കുറച്ച് ചീപ്പായിട്ടുള്ള. മാത്രമല്ല 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടി വരും. കാര്യപ്പിക്കല്ല. അല്ല, നമുക്ക് വീക്കെൻഡിലെല്ലാം പോയാൽ പോരെ തൃശ്ശൂർ. തൃശ്ശൂർ വന്നിട്ട് വ്ളോഗ് ചെയ്യാം. നമുക്ക് മനസ്സിലാക്കില്ല, മന്ത്ലി മാത്രം അപ്പോൾ ബിൽഡപ്പ് ആയിട്ട് എന്തെങ്കിലും ഗുഡ് ചെയ്യാം. ഇതിപ്പം എപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിയർഡോസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അപ്പുറം ഇപ്പുറം വർത്താനം പറയാം, കളിയിട്ട് അടിക്കുക, എന്നിട്ട് അത് ഏടി വിടുകയും ചെയ്യില്ല. വേഗം ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞു. പിന്നെ റിസോർട്ടിലെത്തി അവിടെ നിന്ന് നല്ല ആ ഒരു വ്ളോഗ് കണ്ടിട്ട് പക്ഷേ ഇതില്ല അപ്പം അണ്ടർ റിട്ടൻഷൻ എന്താണ് മെയിൻ പാർട്ട് എന്താ ആൻറ്റി ക്ലൈമാക്റ്റിക് പോലെ ഉണ്ടല്ലോ. എൻ്റെ സംഭവം എന്താ അറിയാം, ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിലെത്തിയിട്ട് ഞാൻ ആ വ്യൂ ആണ് എടുക്കുന്നത്, ഗ്ലാസ് ബ്രിഡ്ജിന് എടുക്കുന്നില്ല. ആരും എടുത്തിട്ടില്ല, ആരും ഗ്ലാസ് ബ്രിഡ്ജിലാന്ന് വന്നതെന്ന് ഓർമ്മയില്ല. എല്ലാവരും ഒരു ബ്രിഡ്ജിൽ വന്നേ. ഇയാട് ഗെയിം ഡെവലപ്മെൻറ്റ്. ഇന്നലെ ഒരു വീഡിയോ കാണിച്ചുള്ളൂ, ഒരു ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് എന്തോ 100K പെർ മന്ത് ആക്കുന്നെല്ലാം പറഞ്ഞിട്ട് എനക്ക് തോന്നുന്നില്ല. എന്താണോ ചെയ്യുന്നത് എനക്കറിയില്ല അവനെന്ത്. കാരണം ഈ പ്ലേ സ്റ്റോറിലുള്ള നമ്മൾ കളിക്കുന്നില്ല, ചില ഇന്നത്തെ ഉണ്ടാവും എല്ലാം കളിക്കുന്നത്. അതിന് ലൈക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു അക്കംപ്ലിഷ്മെൻറ്റ് കുറേ. അപ്പോൾ ഇത് സ്മോളാണ് ഓരോ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ ലെവലിൽ ഒരു ഈസിലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പക്ഷെങ്കിൽ ഭയങ്കര ഈസിയല്ല. അതിൻ്റെ ഒപ്പം ഇവരെന്താക്കും എന്ന് പറഞ്ഞാൽ ഓരോ ഇത് കഴിഞ്ഞാൽ ആഡ്സ് കാണിക്കും, എന്നിട്ട് ഈ റിവാർഡ്സ് ഡബിൾ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താക്കും ആ ആഡ്സ് ഇങ്ങനെ കണ്ടിട്ട് റിവാർഡ് ഞാൻ വെറുതെ ഡബിൾ ചെയ്യും. കാരണം എന്തോ എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നു, ആകെ ലക്ഷ്യം ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ ലേണിംഗ് കവും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇത് ലൈക്ക് ഈ ഗെയിംസില്ലേ ഇതുപോലത്തെ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ അത് ഏതിലുണ്ടാക്കുന്നത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്? യൂണിറ്റി ഇല്ലെങ്കിൽ യൂണിറ്റി ഇല്ലെങ്കിൽ അൺറിയൽ. യൂണിറ്റിയിലാണ് ഇങ്ങനത്തെ സ്മോളെല്ലാം ഉണ്ടാക്കുന്നതോ. ട്രൈ ചെയ്തത് അതല്ല ഇങ്ങനത്തെ മൊബൈൽ ലെവൽ മറ്റേ 2D പോലത്തെ ഇല്ല, അത് ഞാൻ ട്രൈ ചെയ്തില്ല. അത്ര സിദാനും നാനും ആക്ച്വലി എനിക്ക് തോന്നുന്നു സിദാൻ പറയുന്നുണ്ട് ഈ ഗെയിംസ്, ഈ 2D ഗെയിംസ് അത് ആക്ച്വലി ഹാർഡറാണ്. എന്തിട്ടറിയോ, അത് എത്ര ഇതായാലും അത് ആക്ച്വലി ഗുഡ് സ്പ്രൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ആനിമേഷൻസും മനസ്സിലായോ, ഔട്ട് ഓഫ് കോഡിങ്ങിൻ്റെ പുറത്ത് പോകുന്നുണ്ട്. അതാണ് മറ്റേതോ ഈ ഹാർഡർ എന്ന് പറയുമ്പോൾ മറ്റേ പക്ഷേ എങ്കിൽ ഇപ്പം നമ്മില്ലേ, നമ്മളെ മെയിൻ തിങ് കോഡിങ്ങാണ്. നമ്മൾ കോഡിങ്ങിൻ്റെ പുറത്ത് പോകില്ലേ, ഒരു ഗെയിം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് കോഡിങ്ങിൻ്റെ പുറത്ത് പോകുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മളെ ആനിമേഷൻസ് അങ്ങനത്തെ എല്ലാ കാര്യത്തിൽ നമ്മൾ ഒരു അത്ര അത് എല്ലാ ഇതിലും വെബ് ഡെവലപ്മെൻറ്റിലും ഉണ്ട് കൈൻഡ് ഓഫ്. അതായത് വെബ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഡിസൈനിലേക്ക് വരുന്നില്ല, UI അപ്പോൾ ആരെപ്പോലും കൊളാബറേറ്റീവ് ഞാൻ ഡിസൈൻ പഠിക്കണം. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക, ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ് എന്നുള്ള. കാരണം നമ്മൾ എത്ര അടിപൊളി കോഡ് എഴുതി കഴിഞ്ഞാലും ഫൈനലി ആൾക്കാർ കാണാൻ ഈ സാധനത്തിനാണ്. ഇത് കെട്ടതാകുമ്പോൾ ആൾക്കാരെ മുഖം മാറുമ്പോൾ തന്നെ നമ്മളെ കോൺഫിഡൻസ് അല്ല. അത് മാത്രമല്ല ജസ്റ്റ് ഡിസൈൻ അല്ല, ലൈക്ക് ആ ഗെയിംസ് ലൈക്ക് സ്പെസിഫിക്കലി കേറ്റേർഡ് ആണ് ലൈക്ക് മനസ്സിലായി. ലൈക്ക് എഡിറ്റിംഗ് ഇതാക്കണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മാറാത്ത ഓക്കെ റെക്കോർഡ് ചെയ്യുന്നില്ല, കാണുന്നുണ്ടോ എന്താണ് കണ്ടിന്യൂ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അനക്കൊന്നില്ല നമുക്ക് ആ ഗെയിംസ് അത്ര എഡിക്റ്റിംഗ് ആക്കാൻ കഴിയും. അതുകൊണ്ട് എനക്കൊന്നില്ല നമുക്ക് നല്ല സെല് ചെയ്യാൻ കഴിയും.
ഞാൻ ഉദ്ദേശിക്കുന്ന ഗെയിംസ് അത് എങ്ങനെ അഡിക്റ്റീവ് ആക്കണ്ടേന്ന് അറിയില്ല നമുക്ക്. അതാ പക്ഷെ അത് നെയിൽ ഡൗൺ ചെയ്യാൻ കഴിയൂല. അനക്കോ കാരണം കുറേ ആൾക്കാർ ഇതല്ലേ അങ്ങനെ കുറേ ആൾക്കാർ കൂടിയിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്നേ പറയുന്നു. അല്ല, ഇന്ത്യ ഡെവലപ്പേഴ്സ് ആക്കുന്നത്. ഇന്ത്യ ഡെവലപ്പേഴ്സ് ആക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ മൊബൈൽ 2D ഗെയിംസ് ആക്കുന്ന എല്ലാം ലൈക്ക് പ്രോബബിലി ഒരു ബിഗ് കോർപ്പറേഷൻ ആയിരിക്കും ചൈനയിൽ നിന്ന് ഇതാക്കുന്നത്. ഇൻഡി ഗെയിംസ് കാണലില്ലേ? ഇൻഡി ഗെയിംസ് യൂഷ്വലി ഒരു ലൈക്ക് ഭയങ്കര ക്രിയേറ്റീവാണ്. മനസ്സിലായോ? ഒരു റെപ്പറ്റേറ്റീവ് അല്ലല്ലോ. ഇതെല്ലാം ഒരു എന്ത് മെയ്ഡ് സോൺലി ഫോർ ദ പർപ്പസ് ഓഫ് മണി. പക്ഷെ അതോറ് ക്ലിക്കാവുന്നില്ലേ? എനിക്കൊന്നോറ് ഇതാ ചേണിങ് ഔട്ടാ. അതായത് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് വൺ ഗെയിം ഓഫ് ദി ആഫ്റ്റർ ദി അതർ ചേൺ ഔട്ട് ചെയ്തിട്ട് ഒരു ബെറ്റർ ആവുന്നത് അങ്ങനെ ഞാൻ വിചാരിക്കലുണ്ട്. അതായത് നമ്മളിപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാണ് വിചാരിക്കുന്നത്. ഒരു ഇത് പിക്ക് ചെയ്യാം, ജസ്റ്റ് ഒരു സംഭവം പിക്ക് ചെയ്യാം, ജസ്റ്റ് ചേൺ ഔട്ട് പ്രൊജക്ട്സ് ചേൺ ഔട്ട് ചെയ്യാം. ഒരു പ്രൊജക്റ്റ് ഇതാക്കുക, അത് ഫുള്ള് ഇതാക്കുക, അത് ചെയ്യുക. ഡസൻറ്റ് മാറ്റർ അത് ഇതാന്ന് കൂട്ടാന്ന്. അത് ഒരു നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ UI പഠിച്ച് കഴിഞ്ഞ് പണിയെടുക്കുന്ന ആളുണ്ടാവില്ല, അപ്പോൾ അവർക്ക് അവർ ബെറ്ററാണ് അവരാക്കാം. ഡാറ്റാബേസിൻ്റെ ഇതിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസ സേവ് ചെയ്തിട്ട് പൈസ ഇടേണ്ടി വരും. ഒരാളെ ഹയർ ചെയ്തിട്ട് ഒരു ടീമിനെ ബെറ്ററാക്കി എടുക്കണം. മനസ്സിലായോ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ബെറ്ററാക്കി എടുക്കണം. പക്ഷെ അതും ഭയങ്കര റിസ്ക്കും ഉണ്ടാടാ. കാരണം ഓരോന്നും ബെറ്ററായിട്ട് ഓർ പോയിക്കാനാണ് നമ്മളിതാവലെ. യൂബിസോഫ്റ്റ് ഗാങ്സ്റ്റർ വേഗസ് ആക്കുന്ന അല്ല ഗെയിം ലോഫ്റ്റ് അല്ലേ? ഗെയിം ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ചിലപ്പോൾ മൊബൈലിൽ ചിലപ്പോൾ കാണും. ഓർ പണ്ടെല്ലാം 2-3 ഗുഡ് ഗെയിംസ് ആക്ച്വലി ഒറിജിനൽ ഗെയിംസ് ഓർ ആക്കി. പക്ഷേ മോസ്റ്റ്ലി ഓർ ബെസ്റ്റ് സെല്ലിങ് ഓർ മോസ്റ്റ് പ്രോഫിറ്റബിൾ എന്താ അറിയോ? റിപ്പ് ഓഫ്സ് ആണ്. GTA അറിയില്ലേ? അതിൻ്റെ മൊബൈൽ വേർഷൻസ് 2 ഗാങ്സ്റ്റർ വേഗസ് എന്നെല്ലാം പറഞ്ഞിട്ട് അത്ര ഗുഡല്ല. പക്ഷെ അത് ലൈക്ക് ഫ്രീ ആണ്. എൻ്റെ ആഡ്സ് കൊണ്ടാണ് മണിയാക്കുന്നത്. അതുകൊണ്ട് കുറേ ആൾക്കാർ എസ്പെഷ്യലി ഓരോ ബിഗ് ഓഡിയൻസ് എന്തിനറിയോ? ഇന്ത്യയിലാണെന്നുള്ളത്. അങ്ങനെ ഇന്ത്യൻസ് കുറേ ലൈക്ക് കോപ്പി കാറ്റ് ഗെയിംസ് ഉണ്ട്. GTA മില്യൺസ് ഓഫ് ഡൗൺലോഡ്സ് ഉള്ളത്. ഞാൻ ആ നീഷാന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓരോ ഗെയിമില്ലേ ലൈക്ക് ഭയങ്കര ഇതാണ് എന്ത് യൂണിറ്റ്, ഭയങ്കര ബാഡ് UI, ഭയങ്കര ഒരു മനസ്സിലായോ ആദ്യം തുടങ്ങിയ പ്രോജക്റ്റ് പോലെ. പക്ഷേ ഓരോ ലൈക്ക് മനസ്സിലായോ കുറേ നാൾ എഫേർട്ട് ഇട്ടിട്ട് ആക്കിയ ഗെയിം ആയിരിക്കും. അതുകൊണ്ട് അവർ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇതുപോലെയല്ല. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ജോലി തുടങ്ങുമ്പോൾ ഗൂഗിളിൻ്റെ എക്സാമ്പിൾ പറയുന്ന പോലെ ഇത് അല്ല എന്താ അറിയോ? എന്താ അതിനെ പറയാ? ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ അറിയില്ല. ശതങ്കൊക്കെ ആമാണി ആ ഗെയിം കാണിച്ച് അറിയണം. മാർക്കറ്റ് ഉണ്ട്. എന്താണ് ഇത് ബേസിക്കലി അത് പഠിച്ച് നമുക്കൊരു സ്വന്തമായിട്ട് അങ്ങനെ ഓഡിയൻസ് എല്ലാം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഡെവലപ്മെൻറ്റിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയില്ലാത്ത സമയത്ത് ബാരിയർ ഓഫ് എൻട്രി ഭയങ്കര കുറവാണ്. എനിക്കൊരു പീസ് ഓഫ് അലൂമിനിയം കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് വെബ് ഡെവലപ്മെൻറ്റ് റൺ ചെയ്യാം. ഓക്കെ, ഇതിന് ബാരിയർ എൻട്രി അതെല്ലാം കൊണ്ട് ചിലപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് എത്ര വേർത്തിട്ടാണെന്ന് നമുക്ക് ഇതാ തോന്നണം. അല്ലേ? തോന്നുന്നു അത്ര പ്രൂവ് ചെയ്യാൻ പറ്റണം നമ്മളോട് തന്നെ. ഡെഫിനറ്റ്ലി മോർ റിസ്ക് ഉണ്ട്. ബിക്കോസ് ഇത് ഒരു മച്ച് മോർ ലേണിംഗ് ആവാം, മച്ച് മോർ എക്സ്പെൻസും വരാൻ ചാൻസ് ഉള്ള സാധനം ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലെങ്കിൽ. വെബ് ഡെവലപ്മെൻറ്റ് എന്ത് HTML എല്ലാം ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ ആണ് വേണമെങ്കിൽ കുത്തി ചെയ്യുന്നത്. ഇത് ഒരു 3D റെൻഡറിലാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. CSS എല്ലാം ശരിക്കും ഭയങ്കര പണി തന്നെയാണ് അല്ലേ? ബേസിക് പഠിക്കാൻ എളുപ്പമാണ്. CSSലെല്ലാം ബേസിക് ഒരു തട്ടിക്കൂട്ടാൻ പറ്റും. കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ഫോർക്ക് എടുത്തെടുക്ക്. ആ വീഡിയോ ആ എന്തെങ്കിലും ഒരു പണി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ആക്ച്വലി നല്ലൊരു ബിസിനസ്സിന് എൻ്റെ അഭിപ്രായത്തിൽ ബാരിയർ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കോമ്പറ്റീഷൻ. വെബ് ഡെവലപ്മെൻറ്റ് സോയിസ് ചെയ്യാണ്ട് പക്ഷേ ആൾക്കാരും കുറേ ഉണ്ട്. കോമ്പറ്റീഷന് കൂടും. ഇപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും
അങ്ങനെ ഒരു ലോങ് ടേം പ്ലാനായിട്ട് വെക്കണം. അതായത് സ്ലോലി അക്യൂമുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എന്തെല്ലാം ഇതിൻ്റെ വേണ്ടേ അതിനെക്കുറിച്ച് ഫസ്റ്റ് ഒന്ന് പഠിക്കണം. പിന്നെ മെഷീൻ വേണം മെയിനായിട്ട്, അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഹയർ ചെയ്യാനോ. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഗെയിം ഡെവലപ്മെൻറ്റ്. പക്ഷേ ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല ശരിക്കും ലാസ്റ്റ് ഒരു മന്തായിട്ട് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ 4 മണിക്ക് നടിയാക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എലോണേ അല്ല, എത്ര ആൾക്കാരെന്നറിയും ഇപ്പം ലൈക്ക് എസ്പെഷ്യലി ഇന്ത്യയിൽ. ഇന്ത്യയിൽ ശരിക്കും ഇതിൻ്റെ ഒരു ഇന്ത്യയിൽ പല സംഭവത്തിൻ്റെ മാർക്കറ്റില്ല. അത് ഇവർ പുറത്തേക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ആനിമേഷൻ പോലത്തെ സംഭവം അങ്ങനത്തെ എല്ലാം ഇവിടെ ഒരു കമ്പനി ഇല്ല നല്ലത്. നല്ല സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്. അപ്പം ചീപ്പ് ലേബർ. ഞാൻ ഗെയിം ഡെവലപ്മെൻറ്റിന് അത്ര ഗുഡ് ആയിരിക്കൂല. പക്ഷെ എനിക്കൊരു എന്താണ് വർക്ക് ചെയ്യാന്ന് തോന്നുന്നു. എനിക്കറിയാം പ്രോജക്ട് മാനേജ്മെൻറ്റ് അല്ലേ, അതല്ലേ നല്ലത്. എനിക്ക് ഇനി ആക്ച്വലി വർക്ക് ചെയ്ത് സാധനം ഉണ്ടാക്കാൻ ഇഷ്ടം. അല്ല ടെൽ പീപ്പിൾ വോട്ട് ടു ഡു ആൻഡ് അതല്ലേ ബെറ്റർ. ഐ മീൻ ഫുള്ളി ഒരു ഔട്ട്സൈഡ് അല്ല, മനസ്സിലായി ഒരു അതിനെ കുറിച്ച് നമുക്ക് ടു ദ ഡീറ്റെയിൽ നോളജ് വേണം. അത്ര ഡയറക്റ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ സംബഡി ഷുഡ് ക്വിക്ക്ലി ഡു സംതിങ്. നമ്മൾ എടുക്കുന്ന ടൈമിനെക്കാൾ മൾട്ടിപ്പിൾ തിങ്സ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഫാമിലിയിൽ അതൊരു കോമൺ സംഭവമാണ്. അതായത് ഈ ലീഡർഷിപ്പ് പൊസിഷൻസിൽ എല്ലാവരും അദ്ദേഹം വേണ്ടും മെമ്പേഴ്സ്. ലീഡർഷിപ്പ് പൊസിഷൻ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്നുള്ള ഇതിലേക്കാണ് പോകുന്നത് അല്ലേ. നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കണ്ട. നമ്മൾ കോൺസെപ്റ്റ് ലെവലിൽ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഇംപ്ലിമെൻറ്റേഷൻ വേറെ കൊണ്ട് ചെയ്യുന്നു. ഏതൊരു ലെവലിലേക്ക് നമ്മൾ എത്തണം. കാരണം നമ്മളെ ഫാമിലി ഹിസ്റ്ററി നോക്കിയാലും അധികവും ഇപ്പോൾ ക്രാഫ്റ്റ്സ്മാൻ ആൾക്കാരാണ് എല്ലാവരും. തന്നെ 2-3 പ്ലേറ്റ് ഓഫ് ഒരാൾക്ക് വരുന്നു. ബേസിക്കലി എന്താണ് ശരിയാണ്. പക്ഷെ ആ ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തണി ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടേ? എന്തെങ്കിലും വേണം. നമുക്ക് ക്യാപിറ്റൽ വേണം. ഇത് നമ്മ ചെയ്തെന്ന് കാണിക്കാൻ മതിയില്ലേ? ഒറ്റക്ക് ഗെയിം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾക്ക് പൈസ പീപ്പിൾ ബിൽഡിങ്ങിന് വന്നിട്ട് ലോ വേജിന് നമ്മളെത്ര പണിയെടുക്കാനായിരിക്കണം. അല്ലെങ്കിൽ ഹൈ വേജ് കൊടുക്കാൻ കഴിയണം. നല്ല ടാലൻറ്റിന് എടുക്കാൻ പറ്റും. സ്റ്റീവ് ജോബ്സ് ഇനീഷ്യലി സ്റ്റീവ് ജോബ്സിനെ പണിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ കൺവിൻസ്ഡ് ഇതൊരു സ്കിൽഫുള്ളായ ഒരു സാധനം. സ്റ്റീവ് ജോബ്സിനെ പോലത്തെ ഒരാളാണ് കാണാൻ, അയാളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിച്ചെടുത്തു. അത് ഒരു കമ്പ്യൂട്ടർ, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ. അതായത് അവൻ കാണുന്നത് ഈ ഹാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നേഴ്സിനെ പോലത്തെ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നു. പക്ഷെ അവന് അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ എന്തിനും ചെയ്തവിടെ. അതായത് ഓന് സെയിൽസും ഉണ്ട്. ഓന് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കും. അല്ലാണ്ട് ഒരു ടെക്നിക്കൽ ആൾക്കാരെയും കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഒരു സംഭവം. അൾട്ടിമേറ്റ് സംഭവം അതാ. മറ്റേ അവരെ ക്ലയൻസ് ചോദിച്ചോലും അർജുൻ എന്താ ചെയ്യുന്നു, നീ എന്താ ചെയ്യുന്നു, ഒന്നെന്താ ചെയ്യുന്നു, അർജുൻ അപ്പം എന്താ ചെയ്യുന്നു. കേൾക്കണ്ടല്ലോ അർജുൻ പറയാൻ കണ്ടക്ടർ. ഓർക്കപ്പം അറിയില്ല ഓരിങ്ങനെയാണ് ഓരൊരു കമ്പനിയിൽ നിന്ന് കണ്ട് ഓരോന്ന് ഇവനെങ്ങനെ നീ പറയില്ല. അതിലും ഒരു അബ്സ്ട്രാക്ട് മെഷീനാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ഓരോ മെത്തേഡ് വിളിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സും ഫങ്ഷൻ ചെയ്യും. അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി ഇങ്ങനൊരു സംഭവമാണ്, അത് ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരാണ് നമ്മുടെ
പോയിന്റ് ഓഫ് കോണ്ടാക്ട് അവരോട് ഇത് അവതരിപ്പിക്കും. അപ്പോൾ അവർ പറയും ഇന്ന സമയം എടുക്കും, അതിന് വേണ്ട ഇൻപുട്സ് ഇത്ര ദിവസം കൊണ്ട് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ എല്ലാം ഒരു അബ്സ്ട്രാക്ഷനാണ്. ലോകം മൊത്തം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സംഭവം ഒരു അബ്സ്ട്രാക്ഷൻ. മെഷീൻ ഒരു അബ്സ്ട്രാക്ഷനാണ് അല്ലേ? കാർ എന്ന് പറയുന്ന മെഷീൻ ഒരു അബ്സ്ട്രാക്ഷനാണ്. എനിക്ക് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ ഫങ്ഷൻ. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കുഞ്ഞു സബ് സിസ്റ്റംസ് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് ഒരു അബ്സ്ട്രാക്ഷനായിട്ട് വർക്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവരെ കമ്പനി തന്നെ സി ടി ഒ ടെക്നിക്കൽ സംഭവം ചെയ്തോളും. മുന്നോട്ട് ഇന്ന് കമാൻഡ് കൊടുത്തതിന് വേണ്ടി സാധനം ഡെലിവർ ചെയ്യണം. അതൊന്നും എൻ്റെ പണി. പക്ഷേ അതിൻ്റെ ഇൻ്റർണൽ കോംപ്ലിക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്ന ആവശ്യം. അപ്പോൾ ഇപ്പോഴേക്ക് അർജുൻ ശരിക്കും എന്താ ചെയ്യുന്നത്? ഒരാളെ കൊണ്ട് പണി. പക്ഷേ ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ഇവന് കഴിയണമെന്നില്ല അല്ലേ? അങ്ങനത്തെ ഒരു നോളജ് അവൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൽ ഭയങ്കര അറിവ് തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ വന്നിട്ട് കറക്റ്റ്ലി ഒരു ടാസ്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫീൽഡിൽ അതായത് സീമിംഗ്ലി സിമ്പിൾ സംഭവമായിരിക്കും. ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലായി ഇത് കുറച്ച് ചെറിയൊരു സാഹചര്യം എത്ര സമയം തുടങ്ങുമ്പോൾ കോംപ്ലക്സ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അന്ന് നിന്റെ നിരക്ക് ഇങ്ങനെയായിരുന്നു. നമ്മൾ സൂമിൽ കുറേ സംസാരിച്ച് റെക്കോർഡ് ചെയ്യുന്നു. കോഡിങ് ചില ആൾക്കാർക്ക് ഭയങ്കര ഹാർഡാണ് അല്ലേ? എനക്കും ഹാർഡ് ചെയ്യുന്നു. അങ്ങനെയല്ല, ഒരു ലൈക്ക് മേ ബി അവർക്ക് അങ്ങനെ ഹാർഡല്ല. ഈ ഹാർഡ് എല്ലാവർക്കും തന്നെ ഒരു ആദ്യം പഠിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഡിസ്ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെ? സ്കൂളിൽ നിന്നെല്ലാം ചില പിള്ളേർക്ക് ഒരു താല്പര്യമില്ല. എന്തറിയാം കോഡിങ് ഇതെടുക്കുന്നത് ഒരു ഗുഡായിട്ട് ഒരു ഓർഗനൈസ്ഡായിട്ട് ഒരു റിയൂസബിൾ പണിയല്ല, അത് ഡിസേർവ്സ് മോർ അറ്റൻഷൻ അല്ലേ? അത് സമയം കിട്ടിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ഐഡിയലി നമുക്ക് അതാണ് ചെയ്യാനാകും. പിന്നെ ടൈം കൺസ്ട്രെയിൻസും ഉണ്ടാകും. ഇവർ ചില സമയം കയറുന്നില്ല. നോബഡി ക്യാർസ്. അവർക്ക് ഔട്ട്പുട്ട് കിട്ടിയാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ നിങ്ങൾ ചെയ്യുന്നില്ലേ ബി പിക്ക്? നിങ്ങൾക്ക് എങ്ങനെയാണ് സുമന്താത്തൻ്റെ ത്രൂ അല്ലേ കിട്ടിയ ആ ക്ലയൻറ്റിനെ? നിങ്ങൾക്ക് വേറെ ക്ലയൻറ്റ് എന്തിട്ട് കിട്ടാം? വേറെ സുമത്താത്തില്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ അർജുനല്ല എങ്ങനെ ഡേക്സ് നമുക്ക് ചെയ്യാം. ആക്ച്വലി നമുക്ക് കോൾഡ് ഇമെയിൽസ് ചെയ്യാം. ഒരു അതായത് കോൾഡ് ഇമെയിൽ, അതായത് നമ്മൾ ഗൂഗിളിൽ തപ്പാം. ഇപ്പോൾ അവിടെയുള്ള ജസ്റ്റ് ഇൻക്യുബേറ്റേഴ്സിൻ്റെ വേണമെന്നില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫേംസ് എന്നോട് പറയാം. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നു. ഇത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് മാത്രം. ഇതില്ല ഡിപ്ലോയ്മെൻ്റ് ഇല്ല, UI ഡെവലപ്മെൻറ്റ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ UI റിക്വയർമെൻറ്റ് തന്നതിന് നമ്മൾ ജസ്റ്റ് ഫുള്ളി ഫങ്ഷനിങ് ബാക്ക് ആൻഡ് ആൻഡ് ഫ്രണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി തരും. ഇതിൻ്റെ എന്താ പറയുക, സെക്യൂരിറ്റി നമ്മൾ ചെയ്യില്ല, ഇതൊന്നും ചെയ്യില്ല. ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ സാധനം മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? അതായത് ഒരു ഒരു ഷുവർ പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്തോ ഇപ്പോൾ റെഡിയും പ്രശ്നമില്ല. കാരണം അവർക്ക് കൺഫ്യൂസ് ചെയ്യുന്നത് അവർക്ക് ചെറിയ പൈസയൊക്കെ തീരുമെങ്കിൽ അവർ ചെയ്യുമല്ല. എങ്ങനെയും ഡെലിവറി ചെയ്യുക, അതായത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഡെലിവറി ചെയ്യുക. ഇതിപ്പം വെബ് ഡെവലപ്മെൻറ്റ് ശതമാനം ചെയ്താലും ചെയ്യുന്ന പോലെ കുറേ ആൾക്കാരുണ്ടാവില്ലേ? എന്തോന്നു നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ പണിയുണ്ട്. അധികം ആൾക്കും സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു താല്പര്യമില്ല. കാരണം ഈ പണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെത്ര തലവേദന. അങ്ങനല്ല നിങ്ങളെ പോലത്തെ കമ്പനീസ് ഉണ്ടാവും കുറേ.
ഇല്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഐഡിയ കമ്പനീസ് ഉള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ. ഫുള്ളൊരു സോഫ്റ്റ്വെയർ, അതായത് ഡയറക്റ്റ് കസ്റ്റമർക്ക് ഒരു 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 സാധാരണ സിവിലിയന് അതായത് സിവിലിയനോ കമ്പനിയായിട്ട് അവർ റിക്വയർമെൻറ്റ് ഒരു ഫുൾ സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ കൊടുക്കുന്നവർക്ക് നമ്മൊരു സൊല്യൂഷൻ കൊടുക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ ബെറ്റർ. കാറ് അല്ല, അവർക്കാണ് കൂടുതൽ ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഇവർക്ക് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അറിയാം ഇതിനെക്കുറിച്ച് മറ്റൊരായിട്ടുള്ള സിവിലിനെ എടുത്ത് ചെയ്യുന്നത്. കാരണം കാറ് കമ്പനി കാറിൻ്റെ പാർട്സ് വാങ്ങുന്നത്, അപ്പോൾ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ മനസ്സിലായോ? നമ്മൾ ഹാൻഡിൽ മാത്രം മാനുഫാക്ചർ അതുപോലെ സിമിലർ. ഫുള്ള് കാർ ഉണ്ടാക്കണമെന്നില്ല. നമ്മുടെ അടുത്തുള്ള സ്കില്ലിന് യൂസ് ചെയ്ത് പൈസ ആക്കണം. ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ ആക്രോശം വരാൻ കാരണം എന്നല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയും ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ അതെന്നാ ചെയ്തോണ്ട് ഈ അർജുനെല്ലാം ആദ്യം തന്നെ കിട്ടുന്നുണ്ടോ പൈസ? അറിയില്ല. അതാണ് ഈ ഫസ്റ്റ് എങ്ങനെ നടക്കുന്നത്. ഈ ബിസിനസ് എങ്ങനെയാണ് ഓർ പേ ചെയ്യുന്നതെന്ന് അറിയണം. ബിക്കോസ് ഓർ വിചാരിക്കൊരു നമ്മൊരു കോട്ട കൊടുക്കലാണ്, എന്നിട്ട് ഓറ് ആ കോട്ട വെച്ചിട്ട് വയറായും. അങ്ങനെയാണെങ്കിൽ നമ്മ ഇൻഡസ്ട്രിയിലുള്ള സെക്യൂരിറ്റീൻ്റെ ആളെല്ലാം ഫ്രീലാൻസേഴ്സിനെ നോക്കാം, സ്റ്റോറെ റേറ്റ് നോക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ സർവീസ് കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യണം. കാരണം നമ്മളിതിൽ ഈ റിക്വയർമെൻറ്റ് നമ്മൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. സോഫ്റ്റ്വെയർ സർവീസ് നമ്മൾ റിക്വയർമെൻറ്റ് കൂടിപ്പോകും. അവർ ആദ്യം ഒന്ന് പറയും, നമ്മൾ ഡെലിവറി ചെയ്തതിനെ പറയും ഇങ്ങനെയല്ല അങ്ങനെയല്ല, പിന്നെ റിക്വയർമെൻ്റ് ആവും. ഓർക്ക് ഓരോ എക്സ്പെൻസ് കൂടുമ്പോൾ പിന്നെ അവർക്ക് അത് മുന്നോട്ട് പോകണ്ടാകുമ്പോൾ പ്രൊജക്റ്റ് ഫെയിൽ ആവും. അതിനുള്ള പോസിബിലിറ്റി ആയിട്ട് അറിയും. അപ്പോൾ അതിനെക്കാട്ടി ശരിക്കും ആക്ച്വലി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആണ് ബെസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് എത്തിയ കാരണം നമുക്കുള്ള സ്കില്ല് ലെവറേജ് ചെയ്യാനുള്ളൊരു ഡോക്യുമെൻറ്റുള്ള സ്കില്ല് അത് ലെവറേജ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഇൻ്റർനെറ്റ് എടുക്കാം, പ്രശ്നമില്ല. ഇന്റേണല്ലേ നമുക്ക് ഫാൻസി വേർഡ് ഫോർ ഹമസ്.